നമസ്കാരം. ചോതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ജൂലൈ മാസത്തിൽ കുടുംബസമേതം താമസിക്കാൻ തക്കവണ്ണം ജോലി മാറ്റത്തിന് അവസരങ്ങളുണ്ടാകുന്നത് ആശ്വാസത്തിന് വഴിയൊരുക്കും. ഒരുപക്ഷെ കഴിഞ്ഞ ഒരു വർഷമായിട്ട് കഠിനാധ്വാനം ചെയ്യുന്നതിൻ്റെ പ്രയത്നത്തിൻ്റെ ഫലമായിരിക്കാം ഉണ്ടാവുക. മേലധികാരി ഏൽപ്പിച്ചതായ കാര്യങ്ങളെല്ലാം തന്നെ വിചാരിച്ച പോലെ തന്നെ ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കാൻ സാധിക്കുന്നത് വഴി ഒരുപക്ഷെ കഴിഞ്ഞ ഒരു മാസമായിട്ട് ഈ ഒരു ആത്മവിശ്വാസം ഉണ്ടായിട്ടുള്ളൂ. എന്നിരുന്നാൽ പോലും അതിൻ്റെ വെളിച്ചത്തിൽ ആത്മവിശ്വാസം വർദ്ധിക്കുവാനും പുതിയതായുള്ള ചുമതലകൾ ഏറ്റെടുക്കുവാനുള്ള സന്നദ്ധത ഉണ്ടാകുവാനും ഇടയുണ്ട്. വിദ്യാർത്ഥികൾക്ക് തൃപ്തികരമായിട്ടുള്ള വിദ്യാലയത്തിൽ ഉദ്ദേശിച്ച വിഷയത്തിൽ ഉപരിപഠനത്തിന് പ്രവേശനം ലഭിക്കും. പരീക്ഷണ നിരീക്ഷണങ്ങളിൽ വിജയം കൈവരിക്കാനിട വരുമെങ്കിലും മാസത്തിന്റെ രണ്ടാമത്തെ പകുതിയിലായിരിക്കും ഏറ്റവും നന്നാവുക. മാസത്തിന്റെ ആദ്യത്തെ പകുതിയിൽ അഗ്നി, ആയുധം, ധനം, വാഹനം എന്നിവ കൈകാര്യം ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അച്ഛന് അസുഖങ്ങളുണ്ടാവാൻ സാധ്യതയുള്ളതുകൊണ്ട് വികസിത രാഷ്ട്രത്തിലോ ദൂരദേശത്തോ താമസിക്കുന്നവർക്ക് ജന്മനാട്ടിൽ വന്നു പോകേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. അവിചാരിതമായിട്ട് ബന്ധുമിത്രാദികളോടൊപ്പമോ പ്രായാധിക്യമുള്ളവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് വിശേഷപ്പെട്ട ദേവാലയ ദർശനം നടത്തുവാൻ അവസരം വന്നു ചേരും. ഗഹനമായിട്ടുള്ള വിഷയങ്ങൾ ലളിതമായിട്ട് അവതരിപ്പിക്കാൻ സാധിക്കും. കാർഷികമായിട്ടുള്ള മേഖലയിൽ നിന്നും കഴിഞ്ഞ 2 മാസമായിട്ട് അനുകൂലമായിട്ടുള്ള വിളവെടുപ്പ് വന്നു ചേരുകയും ഇനിയും ഒരു മാസത്തേക്ക് നീണ്ടു നിൽക്കും എന്ന ആശ്വാസത്തോടുകൂടി ജോലിയോടൊപ്പം ഈ ഒരു പാത തുടരുവാൻ തീരുമാനിക്കുവാനും ഇടയുണ്ട്. വികസിത രാഷ്ട്രത്തിൽ താമസിക്കുന്ന പലർക്കും സ്ഥിരം താമസിക്കുവാനുള്ള അനുമതി ലഭിക്കും. വേറെ ചിലർക്ക് കഴിഞ്ഞ 2-3 വർഷമായിട്ട് അനുദിനം വർദ്ധിച്ചു വരുന്ന ചെലവിനങ്ങളുടെ വിലയിരുത്തിക്കൊണ്ട് മറ്റ് രാഷ്ട്രങ്ങളിലേക്ക് ജോലിക്ക് അപേക്ഷകൾ നൽകുവാൻ അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. വ്യാപാര വിപണന വിതരണ മേഖലകളിൽ കഴിഞ്ഞ ഒരു വർഷമായിട്ട് വളരെയധികം നഷ്ടകഷ്ടങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ വെളിച്ചത്തിൽ ചിലതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് നിലനിർത്താൻ തക്കവണ്ണ സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുറെ ജോലിക്കാരെ പിരിച്ചുവിടേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേർന്നിരുന്നു. എന്നാൽ 1-2 മാസമായിട്ട് ചില അന്വേഷണങ്ങളും അവസരങ്ങളും വന്നു ചേരുന്നത് വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ ഇനി ഈ ഒരു പാതയിൽ പുതിയ കണ്ടെത്തലുകൾ അവലംബിക്കുവാനും പുതിയ പ്രചരണ രീതികൾക്ക് നേട്ടം ഉണ്ടാകുന്ന വിധത്തിൽ പ്രവർത്തിക്കാനുമുള്ള അവസരം ഉണ്ടായിത്തീരും. ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ തന്നെ ഈ കടം വന്നിട്ടുള്ളതായിട്ടുള്ള സംഖ്യകളെല്ലാം തന്നെ തിരിച്ചു കൊടുക്കുവാനുള്ള സാധ്യത പോലും ഉണ്ടാകത്തക്ക വിധത്തിൽ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുവാൻ ഇടയുണ്ട്. വ്യാവസായികമായിട്ടുള്ള മേഖലകളിൽ പരിവർത്തനത്തിന് തയ്യാറാകുവാനിട വരുമെങ്കിൽ പോലും പണം മുതൽ മുടക്കിയാൽ അതിനനുസരിച്ചുള്ളൊരു നേട്ടം ഉണ്ടാകുമോ എന്ന ഒരു ആശങ്ക വർദ്ധിക്കുവാൻ ഇടയുണ്ട്. നേതൃത്വ സ്ഥാനം ഉപേക്ഷിച്ച് ഒരു വിഭാഗത്തിന്റെ ചുമതലകൾ ഏറ്റെടുക്കുവാനുള്ള അവസരത്തെ വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. ഊഹാപോഹങ്ങൾ പലതും വന്നു ചേരുവാനിട വരുമെങ്കിൽ പോലും സത്യസന്ധവും നീതിയുക്തവുമായിട്ടുള്ള പ്രവർത്തന രീതികളെല്ലാം തന്നെ ഏതൊരു വിപരീതമായിട്ടുള്ള സാഹചര്യങ്ങളെയും വഴിയൊരുക്കുവാൻ ഇടവരും. വസ്തുതർക്കം പരിഹരിക്കുന്നത് വഴി അർഹമായിട്ടുള്ള പൂർവികമായിട്ടുള്ള സ്വത്ത് ലഭിക്കുവാനിടവരും. സഹോദരങ്ങൾക്ക് വേണ്ടിയാണ് എങ്കിലും മാതാപിതാക്കളുടെ നിർബന്ധപ്രകാരമാണ് എങ്കിലും സ്വല്പം വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിക്കാൻ സാധ്യതയും ഉണ്ട്. കീഴ് ജീവനക്കാരുടെ പ്രത്യേക നിബന്ധനകളെ കൊണ്ട്, പ്രത്യേക പരിഗണനകളെ കൊണ്ട് പുതിയതായിട്ടുള്ള ആശയങ്ങൾ അവലംബിക്കുവാനും അവരുടെ ദീർഘവീക്ഷണത്തോടു കൂടിയതായിട്ടുള്ള പദ്ധതികളായിരിക്കാം അതിൻ്റെ കാര്യകാരണങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ഒരുപക്ഷെ ഒരു തുടക്കം കുറിക്കാനാണ് ഈ ജൂലൈ മാസത്തിൽ യോഗം കാണാൻ സാധ്യതയുള്ളൂ, അല്ലെങ്കിൽ പദ്ധതികൾ രൂപകൽപ്പന ചെയ്യുവാൻ സാധ്യതയുള്ളൂ. അവലംബിക്കുക എന്നതൊക്കെ തന്നെ 3-4 മാസത്തിന് ശേഷം തന്നെ ആയിരിക്കും അതിനൊരു പണം മുതൽ മുടക്കേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുകയുള്ളൂ. എന്നിരുന്നാൽ പോലും അവർക്കും ഒരേപോലെ നേട്ടമുണ്ടാകുന്ന വിധത്തിൽ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുവാൻ സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. നിരവധി കാര്യങ്ങൾ ഏറ്റെടുക്കുന്നതിനാൽ ചിലതൊക്കെ വിട്ടുപോകുവാനിടയുള്ളത് കൊണ്ട് ഒരുപക്ഷെ ശനി, ഞായർ എന്നീ ദിവസങ്ങളിലോ അല്ലെങ്കിൽ മിക്ക ദിവസങ്ങളിലും വൈകുന്നേരങ്ങളിലോ ജോലി ചെയ്തുകൊണ്ട്
എല്ലാം കൃത്യമാക്കി തീർക്കുവാൻ സാധ്യത പോലും കാണുന്നതുമുണ്ട്. ശുഭകർമ്മങ്ങൾക്ക് നേതൃത്വം നൽകുവാൻ അവസരം വന്നു ചേരും. ശ്വാസകോശ സംബന്ധമായിട്ടുള്ള സുഖങ്ങൾക്ക് നീർക്കെട്ട്, സന്ധിവേദന എന്നിവ ഉണ്ടാകുന്നത് വഴി പ്രത്യേകിച്ച് മരുന്നുകളൊന്നും ഇല്ലാത്തതിനാൽ ഭക്ഷണ ക്രമീകരണങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും വ്യായാമത്തിന് പ്രാധാന്യം നൽകുവാനും അതിലുപരി പ്രാചീനമായിട്ടുള്ള ചികിത്സാ രീതികൾ, പ്രകൃതി ആയുർവേദ ചികിത്സകൾക്ക് തുടക്കം കുറിക്കുവാനും ഇടയുണ്ട്. ഗുരുകാരണവന്മാരുടെ അനുഗ്രഹാശിസ്സുകളോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം വിജയം കൈവരിക്കാനിടവരും. കാലാഹരണപ്പെട്ട ഗൃഹോപകരണങ്ങൾ മാറ്റി വാങ്ങുവാൻ തീരുമാനിക്കുമെങ്കിലും ജീവിത പങ്കാളിയുടെ ആശയപ്രകാരം ഓണക്കാലത്തിനോടനുബന്ധമായിട്ട് മാറ്റി വാങ്ങിയാൽ മതി എന്ന ധാരണയോടുകൂടി തൽക്കാലത്തേക്ക് മാറ്റി വാങ്ങാനുള്ള തീരുമാനം നിർത്തിവെക്കുവാൻ ഇടയുണ്ട്. അനാരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളെ കൊണ്ട് യാത്രകൾ ചെയ്തുകൊണ്ടുള്ള ജോലിയിൽ നിന്നും പിന്മാറി ഇരുന്നു കൊണ്ടുള്ള ജോലിക്ക് അവസരങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. ഗൃഹനിർമ്മാണം പൂർത്തീകരിച്ച് ചിങ്ങമാസത്തിൽ, അതായത് ഓണക്കാലത്തിനോടനുബന്ധമായി ഗൃഹപ്രവേശന കർമ്മം നിർവഹിക്കാൻ തക്കവണ്ണം പണികളെല്ലാം ദ്രുതഗതിയിലാക്കുവാൻ തീരുമാനിക്കും. ഓണക്കാലത്തിനോടനുബന്ധമായി വിനോദയാത്രയ്ക്ക് കുടുംബാംഗങ്ങളോടൊപ്പം പങ്കുചേരുവാൻ തീരുമാനിക്കും. വികസിത രാഷ്ട്രത്തിൽ താമസിക്കുന്ന പുത്രപൗത്രാദികളോടൊപ്പം ഓണാഘോഷം പങ്കുവയ്ക്കുവാനായിട്ട് യാത്ര പുറപ്പെടുവാനിട വരുമെങ്കിൽ പോലും ചില സാങ്കേതികമായിട്ടുള്ള തടസ്സങ്ങളെ കൊണ്ട് മക്കളോട് ജന്മനാട്ടിലെത്തിച്ചേരുവാൻ ഉള്ള നിർദ്ദേശം നൽകുവാനിടയുണ്ട്. എന്നാൽ അവർക്ക് അവധി ലഭിക്കുമോ എന്ന ഒരു ആശങ്കയും ഈ ഒരു മാസത്തിൽ വന്നു ചേരുവാൻ ഇടയുണ്ട്. ബന്ധുമിത്രാദികളുടെ ആവശ്യങ്ങൾ പരിഗണിക്കാനിടവരും. കലാ, സാഹിത്യം, കായികം എന്നീ മേഖല പ്രവർത്തിക്കുന്നവർക്ക് അവസരങ്ങൾ അവിചാരിതമായിട്ട് വന്നു ചേരുവാനിടവരും. അനന്ത സാധ്യതകളുള്ള കർമ്മമണ്ഡലങ്ങളുടെ ഒരു വിഭാഗം ഏറ്റെടുക്കുവാനും ഒരു പക്ഷേ ഇതിന് തത്തുല്യമായിട്ടുള്ളവർക്ക് നിർദ്ദേശങ്ങൾ നൽകുവാനും ഒരു വിദേശ ഭാഷ പഠിക്കുവാനുള്ള അവസരത്തെ വേണ്ട വിധത്തിൽ വിനിയോഗിക്കുവാൻ സാധ്യതയുണ്ട്. അവിസ്മരണീയമായിട്ടുള്ള മുഹൂർത്തങ്ങൾ അനശ്വരമാക്കുവാൻ അവസരം വന്നു ചേരും. ഉപദേശക സമിതിയിൽ ഉൾപ്പെട്ടതിനാൽ ആശ്വാസത്തിനും ആത്മാഭിമാനത്തിനും യോഗം കാണുന്നുണ്ട്. വ്യക്തി സ്വാതന്ത്ര്യം പ്രസ്ഥാനത്തിന് ഏറ്റവും ഗുണകരമായിട്ടുള്ള രീതിയിൽ അവലംബിക്കുന്നത് വഴി മേലധികാരികളിൽ നിന്നും അതിലുപരി ഉടമസ്ഥരിൽ നിന്നും അനുമോദനങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. വേണ്ടപ്പെട്ടവരുടെ വിഷമാവസ്ഥകൾക്ക് ശാശ്വത പരിഹാരം നിർദ്ദേശിക്കാൻ സാധിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. പരീക്ഷ, ഇന്റർവ്യൂ മുതലായവയിൽ അനുകൂലമാകും വിധത്തിൽ അവതരിപ്പിക്കാൻ സാധിക്കും. സ്വതസിദ്ധമായിട്ടുള്ള ശൈലി പലർക്കും മാതൃകാപരമായി എന്നറിഞ്ഞതിനാൽ ആശ്വാസത്തിനും സമാധാനത്തിനും യോഗം കാണുന്നുണ്ട്. സങ്കല്പങ്ങൾ യാഥാർത്ഥ്യമാകുന്നത് വഴി നേർന്നു കിടപ്പുള്ള വഴിപാടുകളെല്ലാം ചെയ്തു തീർക്കുവാൻ തക്കവണ്ണം അവസരമുണ്ടാകുവാനും ചോതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ജൂലൈ മാസത്തിൽ യോഗം കാണുന്നുണ്ട്. വിശാഖ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ജൂലൈ മാസത്തിൽ ഏറ്റെടുത്ത കർമ്മമണ്ഡലങ്ങളോട് ബന്ധപ്പെട്ട് ഉടമസ്ഥരോടൊപ്പം തന്നെ യാത്രകളാണെങ്കിൽ പോലും എല്ലാം ഭംഗിയാക്കി ചെയ്തു തീർക്കുവാനുള്ള അവസരം ഉണ്ടായിത്തീരും. ഒരു പക്ഷേ ഉടമസ്ഥരുടെ വിഭാവനം ചെയ്യുന്ന വിഷയങ്ങളെക്കാൾ ഉപരി പ്രവർത്തിക്കാനും ചിന്തകൾക്ക് അതീതമായി ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കാൻ സാധിക്കുന്നത് വഴി കൃതാർത്ഥതയും സമാധാനവും ഉണ്ടാവുക മാത്രമല്ല, ഒരു വിഭാഗത്തിന്റെ പൂർണ്ണമായിട്ട് ഉത്തരവാദിത്വങ്ങൾ വന്നു ചേരുവാനിടയുണ്ട് എന്ന സൂചനകൾ പോലും ലഭിക്കുവാനും സാധ്യതയുണ്ട്. ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കാൻ തക്കവണ്ണം അവസരമുണ്ടാകും. ദാനധർമ്മങ്ങൾക്ക് സർവാത്മന സഹകരിക്കുവാനിടയുണ്ട്. കഴിഞ്ഞ ഒരു വർഷമായിട്ട് തൊഴിൽ മേഖലകളിൽ വളരെയധികം ബുദ്ധിമുട്ടുകയും കഠിനാധ്വാനം ചെയ്തതിന്റെ വെളിച്ചത്തിൽ അതിൻ്റെ ഒരു പരിണത ഫലം എന്നുള്ള നിലയിൽ ജൂൺ മാസത്തിൽ തന്നെ അതിൻ്റെ ചില സൂചനകൾ, നല്ല സൂചനകൾ ലഭിച്ചു തുടങ്ങിയിരുന്നു. ജൂലൈ മാസം മുതൽ അതിനൊരു നേട്ടം വന്നു തുടങ്ങുവാനും സാമ്പത്തികമായിട്ടുള്ള പുരോഗതി ക്രമാനുഗതമാകും വിധത്തിൽ വന്നു ചേരുവാനും സാധ്യതയുണ്ട്. ഇതിൻ്റെ വെളിച്ചത്തിൽ ഇനിയും വിപുലീകരിച്ചാലോ
സമയബന്ധിതമായിട്ട് പണം മുതൽ മുടക്കിക്കൊണ്ട് പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ചാലോ എന്ന തോന്നലുകളൊക്കെ ഉണ്ടാകുമെങ്കിലും വിദഗ്ധമായുള്ള നിർദ്ദേശം, അനുഭവജ്ഞാനമുള്ളവരുടെ ഉപദേശം തേടി മാത്രമേ പണം മുതൽ മുടക്കാവൂ. അല്ലെങ്കിൽ 2027 സ്വല്പം നഷ്ടകഷ്ടങ്ങൾ സംഭവിക്കുവാൻ ഇടയുണ്ട്. കടം കൊടുത്ത സംഖ്യയ്ക്ക് പകരം ഭൂമി കൈവശം വന്നു ചേരുവാൻ അവസരം വന്നു ചേരും. പ്രവർത്തന മണ്ഡലങ്ങളിൽ കാലോചിതമായിട്ടുള്ള പരിഷ്കാരങ്ങൾ ആവിഷ്കരിക്കുവാൻ തീരുമാനിക്കും. വാത നീർദോഷ രോഗപീഠകളെ കൊണ്ട് അസ്വാസ്ഥ്യങ്ങൾ അനുഭവപ്പെടുവാനും പ്രാചീനമായിട്ടുള്ള ചികിത്സാ രീതികളൊക്കെ തുടക്കം കുറിക്കുവാനും സാധ്യതയുണ്ട്. ഏറ്റെടുത്ത ദൗത്യം കൃത്യമായുള്ള രീതിയിൽ ലക്ഷ്യപ്രാപ്തിയിൽ എത്തിക്കുന്നത് വഴി വളരെയധികം ആശ്വാസകരമായിട്ടുള്ള അന്തരീക്ഷം സംജാതമാകും. നിരപരാധിത്വം തെളിയിക്കാൻ സാധിക്കുന്നത് വഴി കുറ്റവിമുക്തമാകുവാനും മനസ്സിൽ ഉദ്ദേശിക്കുന്ന വിധത്തിൽ തൃപ്തികരമായിട്ടുള്ള രീതിയിൽ തന്നെ ഭൂമിയും അംഗീകാരവും വന്നു ചേരുവാൻ ഇടയുണ്ട്. പ്രതിസന്ധികളിൽ തളരാതെ പ്രവർത്തിക്കാനുള്ള ആർജവം മനസ്സമാധാനത്തിന് വഴിയൊരുക്കും. മാസങ്ങളോളമായിട്ട് വികസിത രാഷ്ട്രത്തിലേക്ക് സകുടുംബം സ്ഥിരതാമസമാക്കുവാനുള്ള അപേക്ഷകൾക്ക് അനുകൂലമായിട്ടുള്ള അനുമതി ലഭിക്കും. സഹായ മനസ്ഥിതിയൊക്കെ നല്ലതാണെങ്കിൽ പോലും അർഹതയുള്ളവർക്ക് മാത്രമേ കൊടുക്കാവൂ. അല്ലാത്ത പക്ഷം അബദ്ധങ്ങളും അനിഷ്ടങ്ങളും വന്നു ചേരുവാൻ ഇടയുണ്ട്. സമൂഹത്തിൽ ഉന്നതരുമായി സൗഹൃദ ബന്ധത്തിൽ ഏർപ്പെടുവാനും അവിചാരിതമായിട്ട് വിശേഷപ്പെട്ട ദേവാലയ ദർശനം നടത്തുവാനും ആത്മീയ പ്രഭാഷണങ്ങൾ കേൾക്കുന്നത് വഴി പല വിധത്തിലുള്ള മാനസികമായിട്ടുള്ള സംഘർഷങ്ങളെ ഒരു പരിധിവരെ അതിജീവിക്കുവാനും സാധിക്കുന്നതുമാണ്. ഉപഭോക്താവിൻ്റെ ആവശ്യം പരിഗണിച്ചും കൊണ്ട് ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരത്തിന് മാറ്റങ്ങൾ വരുത്തുവാനോ ഗുണനിലവാരം വർദ്ധിപ്പിക്കുവാനോ തീരുമാനിക്കുവാനും ഇടയുണ്ട്. സാഹചര്യങ്ങൾക്കനുസരിച്ച് കുടുംബത്തിലെ ഗുരുകാർന്നവന്മാരുടെ നിർബന്ധപ്രകാരം സംയുക്ത സംരംഭങ്ങളിൽ നിന്നും പിന്മാറി സ്വന്തമായിട്ടുള്ള കർമ്മമണ്ഡലങ്ങൾക്ക് രൂപകൽപ്പന ചെയ്യുവാൻ അവസരം വന്നു ചേരും. അപ്രധാനങ്ങളായിട്ടുള്ള കാര്യങ്ങൾ ഒഴിവാക്കി സുപ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. സമചിത്തതയോടുകൂടിയതായിട്ടുള്ള സമീപന ശൈലി സർവാദരങ്ങൾക്കും വഴിയൊരുക്കുവാനിടവരും. സങ്കല്പമനുസരിച്ച് ഏതൊരു കാര്യവും പ്രാവർത്തികമാക്കുവാൻ സാധിക്കുന്നത് വഴി തൊഴിൽ മേഖലകളോട് ബന്ധപ്പെട്ടതായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം, കുടുംബപരമായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം, ജീവകാരുണ്യ പ്രവർത്തനങ്ങളായിരിക്കാം, ഏതൊന്നും കൃത്യമായിട്ടുള്ള രീതിയിൽ ലക്ഷ്യപ്രാപ്തിയിൽ എത്തിക്കാൻ സാധിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നതുമുണ്ട്. പാരമ്പര്യ പ്രവർത്തികളുടെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് ജോലി ഉപേക്ഷിക്കാതെ തന്നെ അതിൻ്റെ ഒരു പരിശീലനം നേടുകയും അതിനോടൊപ്പം തന്നെ ആധുനിക പ്രചരണ രീതികൾ അവലംബിക്കുന്നതിൻ്റെ വെളിച്ചത്തിലും വളരെ നിർണായകമായിട്ടുള്ള വഴിത്തിരിവുകൾ എല്ലാ മേഖലകളിലും ഉണ്ടാകും. ജോലിയോടൊപ്പം ഭാവിയിലേക്ക് സുരക്ഷിതമായിട്ടുള്ള ജോലിക്ക് ഉതകുന്ന വിധത്തിലുള്ള പാഠ്യപദ്ധതിക്ക് ചേരുവാൻ അവസരം വന്നു ചേരും. കുടുംബത്തിന് സമാധാനം അന്തരീക്ഷം സംജാതമാകും. സാമ്പത്തികമായിട്ടുള്ള വിഭാഗത്തിൽ കഴിഞ്ഞ 1.5 വർഷമായിട്ട് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതിൻ്റെ വെളിച്ചത്തിൽ കഴിഞ്ഞ വർഷവും കടം വാങ്ങാതെ തന്നെ എങ്ങനെയെങ്കിലും അതിജീവിക്കാനൊരു വഴിയുണ്ടായി. ഈ ഒരു വർഷം അത് ലാഭത്തിൽ എത്തിച്ചേരും എന്ന ധാരണയോടുകൂടി തന്നെ പ്രവർത്തനം വളരെ ഊർജ്ജസ്വലമായി പ്രവർത്തിക്കാൻ അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. ആരോഗ്യ സംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് പ്രാണായാമം, യോഗ എന്നിവ പരിശീലിക്കുവാനും സ്ഥിരമായിട്ട് ജീവിതചര്യയിൽ ഉൾപ്പെടുത്തുവാനും തീരുമാനിക്കും. സാഹിത്യരചനയ്ക്ക് അംഗീകാരം ലഭിക്കുവാനിടയുണ്ട്. വിദേശത്ത് സ്ഥിരതാമസമാക്കുവാനുള്ള അനുമതി ലഭിക്കുന്നത് വഴി ഓണക്കാലത്തിനോട് അനുബന്ധമായിട്ട് ജന്മനാട്ടിലേക്കുള്ള യാത്ര മാറ്റിവെച്ച് മാതാപിതാക്കളെ വിദേശത്തേക്ക് കൊണ്ടുപോകുവാൻ തക്കവണ്ണം സാഹചര്യങ്ങളൊക്കെ വഴിയൊരുക്കുവാനും ഏർപ്പാടുകളൊക്കെ ചെയ്യുവാനും ഇടയുണ്ട്. ജീവിത നിലവാരം വർദ്ധിച്ചതിനാൽ വലിയ വാഹനം വാങ്ങിക്കുവാൻ തീരുമാനിക്കും. മറ്റു ചിലർക്ക് കൂടുതൽ സൗകര്യമുള്ളതും വിസ്തൃതിയുമുള്ള ഒരു വീട് വാങ്ങിക്കുവാനായിട്ട് അന്വേഷണം ആരംഭിക്കുവാനിടയുണ്ട്. വസ്തുതർക്കത്തിൽ അഭിപ്രായ വ്യത്യാസം വന്നു ചേരുവാനിടയുള്ളത് കൊണ്ട് ഗുരുകാരണവന്മാർ നിർദ്ദേശിക്കുന്ന വിധത്തിൽ
വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിക്കാനിട വരും. ക്രിയാത്മകമായുള്ള നടപടികളിൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നത് വഴി ആശ്വാസത്തിനും സമാധാനത്തിനും യോഗം കാണുന്നുണ്ട്. സാഹചര്യങ്ങളൊക്കെ അനുസരിച്ചും ആരോഗ്യ സംരക്ഷണത്തിന്റെ ഭാഗമായിട്ടും ദുശ്ശീലങ്ങൾ ഉപേക്ഷിക്കുവാൻ തീരുമാനിക്കും. അധികൃതരുടെ പ്രത്യേക പരിഗണന നിമിത്തം ഒരുപക്ഷെ ശനി ഞായർ എന്നീ ദിവസങ്ങളിലൊക്കെ തന്നെ ഒരു വിഹംഗവീക്ഷണം എന്ന നിലയിൽ ഗൃഹത്തിൽ ഇരുന്നും കൊണ്ട് 1-2 മണിക്കൂർ ജോലി ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ, ഒരു മേൽനോട്ടം എന്ന നിലയിൽ ഏറ്റെടുക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. മാതാപിതാക്കളെ സംരക്ഷിക്കുക എന്ന സങ്കല്പത്തോടുകൂടി തണുപ്പ് രാജ്യത്ത് നിന്നും മാറി സമശീതോഷ്ണ പ്രദേശങ്ങളിലേക്ക് മാറി താമസിക്കുവാനോ അങ്ങനെയുള്ള സ്ഥലത്തേക്ക് ജോലിക്ക് അപേക്ഷകൾ നൽകുവാനോ സാധ്യത കാണുന്നുണ്ട്. നിയുക്ത പദവിക്ക് സ്ഥാനചലനം ഉണ്ടാകും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പഠിച്ച വിഷയത്തിനോടനുബന്ധമായിട്ട് ഉദ്യോഗത്തിന് അവസരങ്ങൾ വന്നു ചേരുന്നത് സ്വീകരിക്കുന്നത് ഏത് പ്രകാരത്തിലും നന്നായിരിക്കും. മറവി പല കാര്യങ്ങളിലും ഉണ്ടാകുമോ എന്ന ധാരണയോടുകൂടി എല്ലാം ഓർമ്മിച്ച് പ്രവർത്തിക്കുവാനുള്ള അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് വഴി പ്രതീക്ഷിച്ചതിലുപരി എല്ലാ കാര്യങ്ങളും ഭംഗിയാക്കി ചെയ്തു തീർക്കുവാൻ സാധ്യത പോലും ജൂലൈ മാസത്തിൽ വിശാഖ നക്ഷത്രക്കാർക്ക് യോഗം കാണുന്നുണ്ട്. നമസ്കാരം.